ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൺ പേജ് എസ് സി ഒ ചെക്ക് ലിസ്റ്റ്, അതായത് 2025 കംപ്ലീറ്റ് ഓൺ പേജ് എസ് സി ഒ ചെക്ക് ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എസ് സി ഒ ചെയ്യുന്ന സമയത്ത് ഓൺ പേജ് എസ് സി ഒ ചെയ്യുമ്പോൾ നമ്മളതിൽ എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എസ് സി ഒ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ടും അതിൽ വരുന്ന ഒരു 4 സെക്ഷൻസ് എന്ന് പറയുന്നത് ഓൺ പേജ് എസ് സി ഉണ്ട്, ഇതുപോലെ ഓഫ് പേജ് എസ് സി ഉണ്ട്, പിന്നെ ടെക്നിക്കൽ എസ് സി ഉണ്ട്, പിന്നെ ലോക്കൽ എസ് സി ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന 4 സെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ എസ് സി ഒ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെയും കാറ്റഗറീസ് വരാം, നമുക്ക് ചെയ്യാം. പക്ഷേ എങ്കിലും ഏറ്റവും മെയിനായിട്ട് ബേസിക് ആയിട്ട് നമുക്കൊരു എസ് സി ഒ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 സെക്ഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ ഓൺ പേജ് എസ് സിയുടെ ചെക്ക് ലിസ്റ്റ്, ഓൺ പേജ് എസ് സി ഒ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി തന്നെ എന്താണ് ഓൺ പേജ് എസ് സി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വെബ്സൈറ്റിൽ നമ്മുടെ കയ്യിലൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിനുള്ളിലെ പേജസ്, വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, വെബ്സൈറ്റിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സാണ് ഓൺ പേജ് എസ് സി ഒ എന്ന് പറയുന്നത്. ഓൺ പേജ് എസ് സി ഒ റെഫേഴ്സ് ടു ഒപ്റ്റിമൈസിങ് ഇൻഡിവിജ്വൽ വെബ് പേജസ് ടു റാങ്ക് ഹയർ ദാൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ്. അതായത് ഓരോ വെബ് പേജും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്, നമ്മുടെ എന്താ പറയുക, നല്ലൊരു റാങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. സെർച്ച് എഞ്ചിൻസിന് നല്ല രീതിയിൽ ആ ഒരു വെബ് പേജിൽ എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓൺ പേജ് എസ് സി ഒ എന്ന് പറയുന്നത്. ഓൺ പേജ് എസ് സി ഒയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽപ്പ് സെർച്ച് എഞ്ചിൻസ് അണ്ടർസ്റ്റാൻഡ് കണ്ടൻറ്റ്. നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ വരുന്ന കണ്ടൻറ്റ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് സെർച്ച് എഞ്ചിൻസിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇമ്പ്രൂവ് യൂസർ എക്സ്പീരിയൻസ്, ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന യൂസേഴ്സിന് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുക, നല്ല രീതിയിൽ എന്താ പറയുക, നീറ്റായി അത്യാവശ്യം നല്ല രീതിയിൽ വിഷ്വൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇൻക്രീസ് റാങ്കിങ്സ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഓൺ പേജ് എസ് സി ഒ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈറ്റിൽ ടാഗ് അഥവാ മെറ്റാ ടൈറ്റിൽ നമ്മളതിൽ കൊടുത്തിരിക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കീവേഡ് റിസർച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് എസ് സി ഒയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യമാണ് കീവേഡ്സ് അല്ലെങ്കിൽ കീവേഡ് റിസർച്ച് ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ടൈറ്റിൽ ടാഗ്. അപ്പോൾ എസ് സി ഒ എന്താണ്, അല്ലെങ്കിൽ എസ് സി ഒയെ പറ്റി പഠിച്ചിട്ടുള്ള ഏതൊരാളും എന്താ പറയുക, ഏതൊരാൾക്ക് അറിയുന്ന ഒരു സിമ്പിൾ കാര്യമാണ് മെറ്റാ ടൈറ്റിൽ അല്ലെങ്കിൽ ടൈറ്റിൽ ടാഗ് എന്താണെന്നുള്ളത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജ് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലാണ് ഈ പറയുന്ന ടൈറ്റിൽ ടാഗ് അല്ലെങ്കിൽ മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ ടാഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 60 ക്യാരക്ടേഴ്സിന് മുകളിലേക്ക് പോകാണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ട്രഡീഷണൽ എസ് സി ഒ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് 60 ക്യാരക്ടേഴ്സിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്കിലും 60 ക്യാരക്ടേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് നിർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് CRP പേജസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്താണ് ടൈറ്റിൽ കൊടുത്തേ അത് കട്ടാവാണ്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അല്ലാത്ത കേസുകളിൽ ചില സമയത്ത് അത് കട്ടായി പോകാറുണ്ട്. അപ്പോൾ 60 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിർത്തുവാണെങ്കിൽ ആ ഫുൾ നമ്മളെന്താണ് ടൈറ്റിൽ കൊടുക്കുന്നത് അത് ഫുള്ളായിട്ടും ഈ പറയുന്ന SCRPയിൽ കാണിക്കാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഓൺ പേജ് എസ് സി ഒ ചെക്ക് ലിസ്റ്റ് ഫോർ 2024 എക്സ്പോർട്ട് ഗൈഡ്. നമ്മളെന്താണോ നമ്മുടെ കണ്ടൻറ്റിൽ നമ്മൾ കണ്ടൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ട് അത് നമ്മുടെ ആ ഒരു ടൈറ്റിലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സെർച്ച് എഞ്ചിൻസിന് മനസ്സിലാവണം, അതേപോലെ തന്നെ നമ്മൾ യൂസേഴ്സിനും മനസ്സിലാവണം, അല്ലെങ്കിൽ ഓഡിയൻസിനും മനസ്സിലാവണം. അങ്ങനെ വരുന്ന സമയത്താണ് അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിൽ ടാഗ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, കീവേഡ് സെർച്ച് വോളിയം ഏതിനാണ് എന്നുള്ളതൊക്കെ നോക്കി, ഒരുപാട് സെർച്ച് വോളിയം എന്താ പറയുക ഇല്ലാത്തതുമായിരിക്കണം, പെട്ടെന്ന് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റണം. സെർച്ച് വോളിയം ഹൈ എന്താ പറയുക ഡിഫിക്കൽട്ടി ഉള്ള കീവേഡ്സ് ഒഴിവാക്കിയിട്ട് ലോങ് ടൈൽ ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എസ് സി ഒ ടിപ്സ് ആൻഡ് ട്രിക്സ് ടു റാങ്ക് ഓൺ ഗൂഗിൾ നമ്മൾ പറയുമ്പം എവിടെ തൊടാത്ത രീതിയിൽ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഈ രീതിയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തത് ടൈറ്റിൽ ടാഗ് അല്ലെങ്കിൽ മെറ്റാ ടൈറ്റിൽ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ടൈറ്റിൽ ടാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്ത കാര്യമാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് ഒരു 160 ക്യാരക്ടേഴ്സിന് അണ്ടറിൽ കൊള്ളുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിലും നമ്മൾ മാക്സിമം നമ്മുടെ ആ ഒരു ടൈറ്റിൽ ടാഗിൽ നമ്മൾ കൊടുത്ത കീവേഡ് എന്താണോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ H1 ടാഗ് നമ്മൾ കൊടുത്തത് എന്താണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SEO ഫ്രണ്ട്ലി URL ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ എന്താ പറയുക, നമുക്കറിയാം ഇന്നർ പേജസ് പോകുന്ന സമയത്ത് നമുക്ക് ആ URL നമുക്ക് കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ URL ഇപ്പോൾ വെബ് ഡിസൈനിങ്ങിൻ്റെ പേജിലേക്ക് പോകുന്ന ഒരു പേജ്. അപ്പോൾ അവിടെ നമ്മുടെ കമ്പനി നെയിം / അല്ലെങ്കിൽ നമ്മുടെ URL മെയിൻ ഡൊമൈൻ / വെബ് ഡെവലപ്മെൻറ്റ് കമ്പനി ഇൻ കേരള, ആ രീതിയിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ URL ഒപ്റ്റിമൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ SEO റാങ്കിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമൈൻ / ഓൺ പേജ് SEO ചെക്ക് ലിസ്റ്റ് നമ്മൾ ഈ ഒരു എന്താ പറയുക പ്രസൻറ്റേഷൻ്റെ നമ്മളൊരു വെബ്സൈറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓൺ പേജ് SEO ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കീവേഡ് നമ്മൾ നമ്മുടെ URL കൊണ്ടു കഴിയുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക റാങ്കിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സെക്യൂറായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും SSL ഇൻസ്റ്റാൾ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള HTTPS ഫോർമാറ്റിൽ നമ്മുടെ വെബ്സൈറ്റിനെ നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ URLൻ്റെ ആ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോക്കിൻ്റെ ഐക്കണൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലോക്കിൻ്റെ ഐക്കൺ സൂചിപ്പിക്കുന്നത് അത് SSL ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ രീതിയിൽ HTTPS എന്നുള്ളത് ആ ഒരു എന്താ പറയുക എക്സ്റ്റൻഷനിൽ കിട്ടുക, അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് ഗൂഗിളിൽ നല്ല രീതിയിലൊരു ട്രസ്റ്റ് കൊണ്ടുവരും. അതേപോലെ തന്നെ യൂസേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും അത് നല്ലൊരു ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് റാങ്കിങ്ങിനെ ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ സെക്യൂർ സോക്കറ്റ് ലെയർ എന്നാണ് നമ്മുടെ ഈ SSLൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ SSL ഇൻസ്റ്റാൾ ചെയ്യുന്നത് മസ്റ്റായിട്ടും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു വെബ്സൈറ്റിൽ ഈ പറയുന്ന SSL ഇല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ചെയ്ത് ഡെവലപ്പറെ കോൺടാക്ട് ചെയ്ത് SSL ഇൻസ്റ്റാൾ ചെയ്യണം, മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം. ഇനി ഇതാണ് അഞ്ചാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഹെഡിങ് സ്ട്രക്ചറാണ്. അതായത് നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസിനുള്ളിൽ ഹെഡിങ് ടാഗുകൾ ഉണ്ടായിരിക്കണം. അതിൽ H1 ടാഗ്, അതുപോലെ H2 ടാഗ്, H3 അങ്ങനെ H6 വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ H1 ടാഗ് മസ്റ്റായിട്ടും നമ്മുടെ ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ റാങ്ക് ചെയ്യേണ്ട കീവേഡ്, ആ ഒരു കീവേഡ് നമുക്ക് H1 ടാഗായിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജിൽ H1 ടാഗായിട്ട് ഒരെണ്ണം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് H2 H3 ബാക്കിയുള്ള ടാഗുകളൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ H1 ആയിട്ട് ഒറ്റ ടാഗ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നമ്മുടെ ടൈറ്റിൽ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കീവേഡ് അതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഹെഡിങ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ള ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ലെങ്ത്ത് ആൻഡ് ക്വാളിറ്റി. എപ്പോഴും എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു കണ്ടൻറ് ലെങ്ത്ത് നമ്മൾ എന്താ പറയുക വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ ഹോം പേജിലായിരിക്കണം നമ്മുടെ ഒരു കണ്ടൻറ് ലെങ്ത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള പേജസിൽ പിന്നെ വാരി വലിച്ച് കണ്ടൻറ് എഴുതുന്നതിനേക്കാളും പ്രോപ്പറായിട്ട് എന്താ പറയുക എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കണ്ടൻറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. എന്നാലും നമ്മുടെ ഹോം പേജിൻ്റെ ഹോം പേജാണ് എപ്പോഴും നമ്മളൊരു പില്ലർ പേജായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹോം പേജിൽ അറ്റ്ലീസ്റ്റ് ഒരു 1000 വേർഡ്സിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഇതിന് പറയുന്നതാണ്. എന്നാൽ പോലും പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജ് എത്ര കണ്ടൻറ്റ് വേണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവരുടെ റേഞ്ചിലെങ്കിലും ഒരു 3-4 കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ആ ഒരു റേഞ്ചിൽ കണ്ടൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ ആയിരിക്കണം. ജസ്റ്റ് എല്ലാവരും യൂസ് ചെയ്ത പോലെ തന്നെ കണ്ടൻറ്റ് യൂസ് ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ChatGPT ഒക്കെ പോലെയുള്ള ടൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഇൻപുട്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താ പറയുക ഒരു കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഗൂഗിൾ കുറേ കൂടെ കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാമത്തെ പോയിന്റ് കീവേഡ് ഡെൻസിറ്റി ആൻഡ് അവോയ്ഡ് സ്റ്റഫിങ്. ഓവറോൾ നമ്മുടെ വെബ്സൈറ്റിൽ പേജുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കീവേഡ് ഡെൻസിറ്റി ഉണ്ടാകുകയും വേണം. എന്നാൽ അത് സ്റ്റഫിംഗ് ആയിട്ട് വരാനും പാടില്ല. ഓർഗാനിക്കായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ കീവേഡ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ അത് ഒരിക്കലും ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു അരോചകമായിട്ട് തോന്നാൻ പാടില്ല. അപ്പം നമ്മുടെ സെർച്ച് എഞ്ചിൻസ് വന്നത് ക്രോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് സ്റ്റഫ് ചെയ്ത രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ റാങ്കിങ്ങിനെ എന്താ പറയുക ഡിറാങ്ക് ആയി പോകാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സ്റ്റഫിങ് വരാതെ ഓർഗാനിക്കായിട്ട് നമുക്കൊരു നല്ലൊരു കീവേഡ് ഡെൻസിറ്റി മീൻസ് വെബ്സൈറ്റിൻ്റെ നമ്മുടെ പേജിനുള്ളിൽ എന്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്, ആ കീവേഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ കീവേഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ എന്താണ് നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ SEO ആണ് നമ്മുടെ കീവേഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് SEO തന്നെ പിന്നെ യൂസ് ചെയ്യാണ്ട് SEO ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയുക സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ
അങ്ങനെ പല രീതിയിൽ SEO കൺസൾട്ടൻസ് അല്ലെങ്കിൽ SEO കമ്പനി അങ്ങനെ അതിൻ്റെ ഒരു പല പല വേരിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെയിം SEO തന്നെ വീണ്ടും വീണ്ടും റെപ്പിറ്റേഷൻ വരുത്താണ്ട് ഒരു നല്ല രീതിയിലൊരു ഓർഗാനിക്കായിട്ട് കീവേഡ് ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കീവേഡ് ഡെൻസിറ്റി ആൻഡ് അവോയ്ഡ് കീവേഡ് സ്റ്റഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ SEO ചെയ്യുമ്പോൾ ഓൺ പേജ് SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ലിങ്കിങ് ആണ്. ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റേർണൽ ലിങ്കുകൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ റാങ്കിങ്ങിനെ ഹെൽപ്ഫുൾ ആവാനുള്ളൊരു എന്താ പറയുക ഒരു കാരണമാണ്. ഓക്കെ, അപ്പം ഒരു ഇപ്പം ഉദാഹരണം നോക്കുവാണെങ്കിൽ ലിങ്ക് ഫ്രം ഓൺ പേജ് SEO ഗൈഡ് ഇതൊരു പേജാണെന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പേജ് കീവേഡ് റിസർച്ച് ടിപ്സ് എന്നുള്ള ഈ ഒരു പേജിലേക്ക് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ആകാനായിട്ട് സഹായിക്കും. അടുത്തൊരു പോയിൻ്റാണ് എക്സ്റ്റേണൽ ലിങ്കിങ് അല്ലെങ്കിൽ ഔട്ട് ബൗണ്ട് ലിങ്കിങ്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നല്ലൊരു സോഴ്സ് ഉള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ഒരു നല്ലൊരു ലിങ്ക് വെക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലിങ്കിങ് ടു moz.com ഓർ searchenginejournal.com ഫോർ SEO ടിപ്സ്. നമ്മുടെ വെബ്സൈറ്റ് SEO റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഇതേപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല 2 വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ലിങ്ക് വെക്കുന്നതും നമ്മുടെ ഓൺ പേജ് SEOനെ സഹായിക്കുന്നതാണ്. അപ്പം ക്രോൾ ചെയ്യാൻ വരുന്ന ഒരു വെബ്സൈറ്റ് ഈ ഇത്തരത്തിലൊരു ലിങ്ക് കാണുന്ന സമയത്ത് ഓക്കെ ഇത് അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക 0.0001% ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു പുഷ് നമുക്കവിടെ കിട്ടും നമ്മുടെ റാങ്കിങ്ങിന്. ഓക്കെ, 10ാമത്തെ ഒരു മെയിൻ പോയിൻ്റാണ് മൊബൈൽ ഫ്രണ്ട്ലിനെസ്. ഓക്കെ, ഞാനിപ്പം തൊട്ട് മുന്നത്തെ ഈ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ ഈ ഒരു പോയിന്റിൽ എക്സ്റ്റേണൽ ലിങ്കും അതുപോലെ ഇൻറ്റേർണൽ ലിങ്കും പറഞ്ഞ സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ബാക്ക് ലിങ്ക് പറഞ്ഞില്ല എന്ന്. അത് നമ്മൾ സെപ്പറേറ്റ് ഓഫ് പേജ് SEO എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓഫ് പേജ് SEO ചെക്ക് ലിസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഓൺ പേജ് SEOയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബാക്ക് ലിങ്ക്സിൻ്റെ കാര്യം പറയാണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ മൊബൈൽ ഫ്രണ്ട്ലിനെസ് ആണ്. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് 95% ആളുകളും ഒരു ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതൊരു സെർച്ച് എഞ്ചിൻ ആയിക്കോട്ടെ അതിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഇത്തരത്തിൽ മൊബൈൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് മാക്സിമം മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ റെസ്പോൺസീവായിട്ട് മൊബൈൽ ഡിവൈസസിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് സ്പീഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാണ് വെബ്സൈറ്റ് ലോഡ് ആകുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്ന അവർ വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളെ തന്നെ കാത്തു നിൽക്കണം എന്നുള്ള കാര്യം അവർക്കില്ല. അപ്പോൾ മാക്സിമം ഒരു അണ്ടർ 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 3 സെക്കൻഡൊക്കെയാണ് മാക്സിമം എന്താ പറയുക ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അതിന് താഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ലോഡായി വരാനുള്ള ഒരു ടൈം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് നമുക്ക് ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോഡിംഗ് സ്പീഡ് കൂടാനുള്ളതെന്നൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു സ്പീഡ് ഒപ്റ്റിമൈസേഷൻ നടത്തുക. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഇമേജ് കംപ്രഷൻ. ഇമേജ് നമുക്ക് മെയിനായിട്ട് നമുക്ക് 2 രീതിയിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ആൾ ടാഗ്, നമ്മുടെ കീവേഡ്സ് നമ്മുടെ ആൾ ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ഇമേജിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇമേജിൻ്റെ സൈസും നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് മെയിനായിട്ടും നോർമലി നമ്മൾ ഒരു ഇമേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാം. മാക്സിമം ഇമേജസ് നമ്മൾ കംപ്രസ് ചെയ്ത് വെബ് ഫോർമാറ്റിലേക്കോ അല്ലെങ്കിൽ AVIF ഫോർമാറ്റിലേക്കോ നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ലോഡിംഗ് ടൈം തീരെ കുറഞ്ഞ് നമുക്ക് കിട്ടും. കാരണം ഈ JPG PNG പോലുള്ള ഫോർമാറ്റിലൊക്കെ നമ്മൾ ഇമേജസ് വരുമ്പം സൈസ് അത്യാവശ്യം കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് PNG ഫോർമാറ്റൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ലോഡാകാൻ നമ്മുടെ വെബ്സൈറ്റ് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇമേജസും വെബ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചും കൂടെ നല്ല രീതിയിൽ പെട്ടെന്ന് ലോഡാകാനായിട്ട് അത് ഹെൽപ്പാവും. ഓക്കെ, അതേപോലെ തന്നെ ആൾ ടാഗ്സ് നമ്മുടെ ഇപ്പം വേർഡ്പ്രസ് വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ നമുക്കതിൽ സെപ്പറേറ്റ് ഫീൽഡ് തന്നെ നമുക്ക് കിട്ടും ആൾ ടാഗ് കൊടുക്കാനായിട്ട്. ഇനിയിപ്പം കോഡിങ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആൾ ടാഗിൻ്റെ എന്താ പറയുക ഒരു കോഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ഇമേജ് IMG SRC ഈ ഒരു രീതിയിൽ നമുക്ക് ആൾ ടാഗ് കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ആൾ ടാഗിൻ്റെ കോഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്താ പറയുക വേർഡ്പ്രസ് പോലുള്ള വെബ്സൈറ്റുകളിൽ നമുക്കതിൻ്റെ ഫീൽഡ് യൂസ് ചെയ്തിട്ടും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സ്കീമ മാർക്കപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡാറ്റ. നമുക്കറിയാം ഇപ്പോൾ
ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ഇപ്പോൾ നമ്മുടെ SERPയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റ് വരുന്നതിന് കൂടെ തന്നെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു FAQ സ്കീം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റെസിപ്പി സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ റെസിപ്പിയുടെ പല എന്താ പറയുക ഒരു ചെറിയ സ്കീമാസ് കാണാൻ വേണ്ടി, റേറ്റിങ്ങിൻ്റെ സ്കീമാസ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പലതരത്തിലുള്ള സ്കീമാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ സ്കീമ മാർക്കപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡാറ്റ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ വേർഡ്പ്രസ് പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ റാങ്ക് മത്തൊക്കെ പോലത്തെ പ്ലഗിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സ്കീമ നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് അവിടെ അങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റും. അല്ലാത്ത കേസുകൾ നമ്മുടെ എന്താ പറയുക കോഡിംഗ് സൈറ്റുകൾ അല്ലെങ്കിൽ HTML സെക്ഷനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇത്തരത്തിലുള്ള സ്കീമാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് FAQ സ്കീമോ അല്ലെങ്കിൽ റെസിപ്പി അല്ലെങ്കിൽ എന്താ പറയുക റേറ്റിംഗ് ഒക്കെ പോലെയുള്ള സ്കീമാസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് എന്താണെന്ന് ഈസി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സെർച്ച് എഞ്ചിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അടുത്തൊരു പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. ഞാൻ ഇപ്പം ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനോനിക്കൽ ടാഗാണ്. കനോനിക്കൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരേ കണ്ടന്റുള്ള രണ്ട് പേജസ് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ www. നമ്മുടെ വെബ്സൈറ്റ്, അതല്ലെങ്കിൽ https/ നമ്മുടെ വെബ്സൈറ്റ്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ https/www. നമ്മുടെ വെബ്സൈറ്റ്. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു URL വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ SSL കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ഏത് പേജാണ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഗൂഗിളിനോട്. ഈ പേജ് മാത്രം ഇൻഡെക്സ് ചെയ്താൽ മതി, ബാക്കിയുള്ള പേജസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പേജസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കാനോനിക്കൽ ടാഗ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വേർഡ്പ്രസ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം യോസ്റ്റ് അല്ലെങ്കിൽ റാങ്ക്മത്തിലൊക്കെ ഓൾറെഡി ഇത്തരത്തിലുള്ളൊരു ഫീൽഡ് ഉണ്ടാവും, അവിടെ കാനോനിക്കലിൻ്റെ ബോക്സ് ഉണ്ടാവും. അവിടെ നമ്മൾ നമ്മുടെ URL കൊടുത്താൽ മതിയാവും. അല്ലാത്ത കേസുകൾ HTML നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കതവിടെ പറയാൻ വേണ്ടി പറ്റും. ഈ ലിങ്ക് REL കാനോനിക്കൽ എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഏതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള URL, ഏതാണ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് കാനോനിക്കൽ ടാഗ്. പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ് ഇഷ്യൂസ് വിത്ത് കാനോനിക്കൽ ടാഗ്. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഗൂഗിളിനോട് നമ്മൾ പറയുകയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ പേജ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ കാനോനിക്കൽ ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡബിലിറ്റി ആൻഡ് ഫോർമാറ്റിംഗ്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു യൂസർ എക്സ്പീരിയൻസിൻ്റെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത്, അതായത് ലുക്ക് വൈസ് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ലൊരു വിഷ്വൽ ഫോർമാറ്റിൽ നമ്മളത് എന്താ പറയുക നോക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പാരഗ്രാഫ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുന്ന സമയത്ത് നമ്മുടെ യൂസേഴ്സിന് കുറേ കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും കൂടുതൽ സമയം നമ്മുടെ വെബ്സൈറ്റിൽ നിൽക്കാനായിട്ട് സഹായിക്കും. എന്താ പറയുക ഒരു ബൗൺസ് റേറ്റ് കുറഞ്ഞ് കിട്ടും. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഒരാൾ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി പോകുന്നതിനാണ് ഈ ബൗൺസ് റേറ്റ് കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ബൗൺസ് റേറ്റ് കൂടുന്നത് കുറഞ്ഞ് നമ്മുടെ വെബ്സൈറ്റിൽ കുറേ നേരം ആളുകൾ നിൽക്കാനായിട്ട് അത് സഹായിക്കും. അതാണ് അടുത്തൊരു പോയിന്റ്. ഓക്കെ, അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജിങ് മൾട്ടിമീഡിയ ഇമേജസ് ആൻഡ് വീഡിയോസ്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വേർഷനാണ്. നമുക്കവിടെ കൂടുതൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിഷ്വൽ അപ്പീൽ കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആളുകൾ കൂടുതൽ നേരം നമ്മുടെ വെബ്സൈറ്റിൽ നിൽക്കാനും ഈ ബൗൺസ് റേറ്റ് കുറയാനും ഒരു കാരണമാകും. അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒപ്റ്റിമൈസ്ഡ് robots.txt. അതായത് robots.txt ഫയൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻഷുർ ചെയ്യണം സെർച്ച് എഞ്ചിൻസ് ക്യാൻ ക്രോൾ ഇമ്പോർട്ടൻറ്റ് പേജസ്. അതായത് ചില പേജസ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻഡെക്സ് ചെയ്യണം, ചില പേജസ് നമുക്ക് ഇൻഡെക്സ് ചെയ്യേണ്ട എന്നുള്ള പേജസ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു WooCommerce വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ കാർട്ട് പേജസ് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ പേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇതൊന്നും ഓഡിയൻസിനെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ പേജസൊക്കെ നമ്മൾ റോബോട്ട് ടെക്സ്റ്റ് ഫയൽ യൂസ് ചെയ്തിട്ട് ഇതൊന്നും ക്രോൾ ചെയ്യേണ്ട, നോൺ ടെക്സ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് ഇതൊന്നും ക്രോൾ ചെയ്ത് നമ്മുടെ ഓഡിയൻസിനെ കാണിക്കേണ്ട എന്ന് നമ്മൾ പ്രത്യേകം പറയുകയാണ്.
അപ്പോൾ അത്തരത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. നമ്മുടെ വെബ് പേജസ് ഇന്ന പേജസ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന പേജസ് ക്രോൾ ചെയ്യേണ്ട, ഇൻഡെക്സ് ചെയ്യേണ്ട, ഇന്ന പേജസ് ഇൻഡെക്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനാണ് ഈ റോബോട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്ന കേസുകൾ, വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡെവലപ്പേഴ്സ് റോബോട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മൾ യൂസ് ചെയ്തിട്ട് സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി നമ്മൾ ഓഫാക്കിയിടും, അല്ലെങ്കിൽ ഇൻഡെക്സ് ആയി കൊടുത്തിട്ടൊക്കെ ഇടും. കാരണം വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഡെക്സ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ SEO ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വേർഡ് പ്രസക്റ്റ് ആണെങ്കിൽ നമ്മളതിൽ സെറ്റിങ്സിൽ റീഡിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ, ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഇൻഡെക്സ് ആക്കത്തില്ല, അല്ലെങ്കിൽ ഗൂഗിൾ എന്നല്ല ഏതൊരു സെർച്ച് എഞ്ചിനും ഇൻഡെക്സ് ആക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ അൺടിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ SEO സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതേപോലുള്ള കോഡിംഗ് സൈറ്റുകൾ അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, പബ്ലിക് HTML ഇതേപോലെ റോബോട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, നോൺ ടെക്സ്റ്റ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ഇൻഡെക്സ് ആവത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു പോയിൻറ്റ്. ഇനി മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XML സൈറ്റ് മാപ്പ് സബ്മിഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. XML സൈറ്റ് മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ സബ്മിറ്റ് ചെയ്യാം, അതെങ്ങനെ സെർച്ച് കൺസോളോട് കണക്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗൂഗിളിനെ പെട്ടെന്ന് തന്നെ അറിയിക്കണം. എന്നിട്ട് ഗൂഗിളിനോട് പറയണം, ഓക്കെ പെട്ടെന്ന് വന്ന് എൻ്റെ സൈറ്റ് ഇൻഡെക്സ് ചെയ്യണം, ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു പേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഗൂഗിളിനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ XML സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഈ XML സൈറ്റ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള ഒരു ക്രോളിങ്ങും ഇൻഡെക്സിങ്ങും നമ്മുടെ വെബ്സൈറ്റിൽ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി വന്ന് ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടൈം എടുക്കും, ഒരുപാട് ദിവസം ടൈം എടുക്കും. കാരണം ഇപ്പോൾ അത്രയ്ക്ക് വെബ്സൈറ്റ് കണ്ടൻറ്റ് നമ്മുടെ സെർച്ച് എഞ്ചിൻസിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ XML സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് സെർച്ച് കൺസോളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നുള്ള ഒരു ക്രോളിങ്ങും ഇൻഡെക്സിങ്ങും നടക്കാനായിട്ട് സഹായിക്കും. അതാണ് അടുത്തൊരു പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സ് ബ്രോക്കൺ ലിങ്ക്സ് ആണ്. ഏതെങ്കിലുമൊക്കെ ലിങ്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പേജുകൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ആക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് എറേഴ്സ് അല്ലെങ്കിൽ മറ്റ് എറേഴ്സൊക്കെ കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു എക്സ്റ്റേണൽ ലിങ്കുകളോ ഇന്റേണൽ ലിങ്കുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോക്കൺ ലിങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ബ്രോക്കൺ ലിങ്ക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു മെയിനായിട്ടുള്ള പോയിൻ്റാണ് റെഗുലർ കണ്ടൻറ് അപ്ഡേറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു ബ്ലോഗ് പബ്ലിഷ് ചെയ്തു, 2023 ബ്ലോഗ് പബ്ലിഷ് ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കരുത്. 2025 വന്നു കഴിഞ്ഞാൽ 25-ൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുത്തുക. അങ്ങനെ വരുത്തുന്ന സമയത്ത് ഒരു ഫ്രഷ് കണ്ടൻറ്റായിട്ട് നിൽക്കാനും സഹായിക്കും. അതേപോലെ നമ്മുടെ റാങ്കിങ്ങിനെ അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് റെഗുലർ കണ്ടൻറ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ നമ്മുടെ വെബ്സൈറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മളിതെല്ലാം ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മളൊരു സർവീസ് നമ്മൾ ആൾക്കാരെ കാണിക്കാനായിരിക്കും, നമ്മളൊരു പ്രൊഡക്റ്റ് ആൾക്കാരെ കാണിക്കാനായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവം ഇല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ പ്രോപ്പറായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് നമുക്ക് കിട്ടി, ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ അതില്ലെങ്കിൽ ഡെവലപ്പറോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വർക്ക് തന്ന ആൾക്ക് നല്ല രീതിയിലുള്ള ഒരു കൺവേർഷൻ അവിടെ നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഓൺ പേജ് SEO ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതല്ലാതെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പോയിൻറ്റ്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്കതൊരു അറിവായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും അതൊരു അറിവായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓഫ് പേജ് SEO ചെക്ക് ലിസ്റ്റ്, ടെക്നിക്കൽ SEO ചെക്ക് ലിസ്റ്റൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ വേറെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.